ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരുടെ താൽപര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല, വ്യക്തിപരമായി എന്ത് വിലയും നൽകാൻ തയ്യാറാണ് എന്നും മോദി പറഞ്ഞു. MS സ്വാമിനാഥൻ ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ 100ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ബാലഗോപാൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബാലഗോപാൽ, അമേരിക്കയ്ക്കുള്ള ഒരു മറുപടി തന്നെയാണ്. കർഷകരുടെ താല്പര്യങ്ങൾ, ചെറുകിട ജോലികൾ ചെയ്യുന്നവരുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് രാജ്യത്തെ സംബന്ധിച്ച് പ്രധാനമാണ്. അതിന് വലിയ വില നൽകേണ്ടി വരും. താനും രാജ്യവും അതിന് തയ്യാറാണ് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസത്തെ അമേരിക്കൻ പ്രസിഡന്റിനുള്ള മറുപടി എന്ന് തന്നെ ഉറപ്പിക്കാം. എന്തൊക്കെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്? ഒപ്പം ഏത് നിലയിലാണ് അമേരിക്കയുടെ ഈ ഒരു നെറുകേടിനെതിരെ ഇന്ത്യ പ്രതികരിക്കുന്നത്? ദിവിഷ, ഇന്ന് രാവിലെ ഈ ഡൽഹിയിൽ ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ സംസാരിക്കവെയാണ് അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഈ ട്രംപിൻ്റെയോ ഈ അധിക നികുതിയോ സംബന്ധിച്ചുള്ള പരാമർശം നടത്താതെ പ്രധാനമന്ത്രി ഈ പരോക്ഷമായി ട്രംപിനുള്ള മറുപടി നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: രാജ്യത്തിൻ്റെ കർഷകരുടെ താല്പര്യമാണ് ഏറ്റവും പരമമായ, അല്ലെങ്കിൽ അതിനാണ് സർക്കാർ ഏറ്റവും മുൻഗണന നൽകുന്നത്. ആ താല്പര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയെ നടക്കുവാൻ താനോ സർക്കാരോ തയ്യാറാകില്ല എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി വ്യക്തിപരമായി എന്ത് വിലയും നൽകുവാൻ തയ്യാറാണ് എന്നാണ് പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ സംസാരിച്ചുകൊണ്ട് പറയുകയും ചെയ്തിരിക്കുന്നത്. രാജ്യം അതിനായുള്ള, അതായത് അത്തരം ഉണ്ടാകുന്ന ഏത് നഷ്ടങ്ങൾ നേരിടുവാൻ താനും രാജ്യവും സജ്ജമാണ് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഫലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അതിശക്തമായ ഒരു മറുപടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇന്നലെ ഈ അധിക ചുങ്കം, അതായത് ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഈ ചുങ്കം നൽകേണ്ട ഒരു രാജ്യമായി, തിരുവ നൽകേണ്ട ഒരു രാജ്യമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മാറുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ അതിശക്തമായ ഈ പരാമർശം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി പറയേണ്ടതാണ്. കാരണം ഈ ഇൻഡോ അമേരിക്കൻ വ്യാപാര കരാറുമായി നടന്ന ചർച്ചകൾക്കിടയിൽ ഇന്ത്യയിലെ വിപണി, പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ചില ഉൽപ്പന്നങ്ങൾ പ്രധാനമന്ത്രിയുടെ ആ വാക്കുകൾ ഒന്ന് കേട്ട ശേഷം വേഗത്തിൽ ബാലഗോപാലിലേക്ക്. हमारे लिए अपने किसानों का हित सर्वोच्च प्राथमिकता है. भारत अपने किसानों के, पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा. और मैं जानता हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी, लेकिन मैं इसके लिए तैयार हूं. ബാലഗോപാൽ തുടരുന്നുണ്ട്. പ്രധാനമന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു അമേരിക്കയുടെ ഈ നികുതി തീരുമാനത്തിനെതിരെ. ബാലഗോപാൽ, ഇപ്പോൾ ഡോവൽ അദ്ദേഹം റഷ്യയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കാൻ ഒരുങ്ങുന്നു. ഒരു പുതിയ ശാക്തിക ചേരി രൂപപ്പെടുന്നു എന്ന് പ്രതീതി ഉളവാക്കും വിധമാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുന്നു, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ അടക്കം ഇന്ത്യ സൈനികമായി എത്രത്തോളം മുൻപോട്ട് പോയി എന്നതൊക്കെ അമേരിക്ക എപ്പോഴും ഒരു സൂപ്പർ പവറായിരിക്കുക എന്ന അവരുടെ മോഹത്തിന് മറ്റ് രാജ്യങ്ങൾ ശക്തമായി വരുന്നത് അവരെ സംബന്ധിച്ച് അസ്വസ്ഥത ഉളവാക്കുന്നതിൻ്റെ കൂടി സൂചനയായിട്ടാണ് പലരും ഈ അമേരിക്കയുടെ ഈ നടപടികളെ വിലയിരുത്തുന്നത്. എങ്ങനെയാണ് ഇന്ത്യ, റഷ്യ, ചൈന ചർച്ചകൾ നടക്കുന്നത്? ഏത് നിലയ്ക്കാണ് ഇവിടുന്ന് ഒരു ആഘാതം വരുമ്പോൾ അതിനെ മറികടക്കാനുള്ള ഇന്ത്യയുടെ മറ്റ് നയതന്ത്ര നീക്കങ്ങൾ നടക്കുന്നത്? ദിവിഷ, ഈ അമേരിക്ക ഈ അധിക തിരിവ് ഏർപ്പെടുത്തുന്നതിനായി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നു, അതായത് അതിന് ഒരു മറുപടി എന്ന നിലയിലാണ് അമേരിക്ക ഈ അധിക തിരിവ് ചുമത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് പരസ്യമായി പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലുള്ള കാരണം ഈ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന സൂചന, അല്ലെങ്കിൽ അതിന് വ്യക്തമായൊരു സൂചനയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്നുണ്ട്. ആ ചർച്ചകളിൽ അമേരിക്ക പ്രധാനമായും മുന്നോട്ട് വച്ചിരുന്ന ആവശ്യങ്ങളിലൊന്ന് ഇന്ത്യയിലെ ഡയറി മേഖല, അതായത് ഈ പാലും പാലുൽപ്പന്നങ്ങളെ സംബന്ധിച്ചുള്ള വിപണി, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഈ മത്സ്യസമ്പത്തുമായി ബന്ധപ്പെട്ട വിപണി, അതുപോലെ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിപണി, അതിൽ തന്നെ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സോയാബീൻ ഉൾപ്പെടെ ഉള്ളവയ്ക്ക് ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കണമെന്നൊരു ആവശ്യം
ആവശ്യമായിരുന്നു ഈ അമേരിക്ക ഉന്നയിച്ചിരുന്നത്. അതിനെ ശക്തമായി ചെറുത്തു നിൽക്കുന്ന ഒരു നിലപാടായിരുന്നു ഈ വ്യാപാര ചർച്ചകളിലും മറ്റും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു ഈ അമേരിക്കൻ പ്രകോപനത്തിന് കാരണമായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം പ്രധാനമന്ത്രി അർത്ഥശങ്കയ്ക്കിടയിൽ